കോട്ടയം പാല മറ്റക്കരയിലുള്ള ദേവനന്ദൻ്റെ വീട്ടിൽ നിന്നും ജോസിൽ സെബാസ്റ്റ്യൻ ചേരുകയാണ്. ജോസിൽ, വളരെ ദുഃഖകരമാണ് അവിടുത്തെ കാര്യങ്ങൾ. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അവിടെ ദേവനന്ദൻ്റെ മൃതദേഹം എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? മറ്റക്കരയിലുള്ള ദേവനന്ദൻ ബിയുടെ വീട്ടിലാണുള്ളത്. നമ്മൾക്കൊപ്പം ദേവനന്ദൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും സഹോദരങ്ങളും ഒക്കെ ചേരുകയാണ്. എന്താണ് ദേവനന്ദനെ കുറിച്ചുള്ള ഓർമ്മ? ഞങ്ങൾക്ക് പറയാനുള്ളത് ഏറ്റവും നല്ല കാര്യങ്ങളേ ഉള്ളൂ. അവനെ എങ്ങോട്ട് പോകണമെങ്കിലും ഞങ്ങളുടെ ചോദിച്ചു അനുവാദം മേടിച്ചേ പോകുള്ളൂ, അല്ലാതെ ഓടിപ്പോവോ ഒന്നുമില്ലായിരുന്നു. അവസാനം വന്ന് ഈ തിരുവോണത്തിനാളെന്ന് തലേദിവസം വന്നു. തിരുവോണത്തിനാൾ രാവിലെ ഞാനും പിള്ളേരും അവനും അച്ഛമ്മക്കളെല്ലാവരും കൂടെ പോയി തോട്ടിൽ ചാടി കുളിച്ചേച്ച് ചോറൂണും കഴിച്ച് അവരമ്മ വീട്ടിലോട്ട് പോയത്. അമ്മ വീട്ടിൽ നിന്ന് അവർ തിരിച്ച് മലപ്പുറത്തേക്കും പോയി. അത് കഴിഞ്ഞ് ആഴ്ച തോറും ഞങ്ങളെ വിളിച്ചുകൊണ്ടായിരിക്കുന്നത്. ഒരാളല്ലേ അടുത്തയാളെ ഞങ്ങളെ വിളിച്ചിരിക്കും. അങ്ങനെയായിരുന്നു. ഇവനാണ് എന്നെക്കൊണ്ട് യാതൊരു വകയും എടുപ്പിക്കില്ലാത്തത്. ഞാൻ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അച്ഛയ്ക്ക് മേലെ മാറിയിരിക്കാൻ പറയും. അങ്ങനെ അത് എല്ലാം അവൻ ചെയ്തുകൊണ്ട് ഇരിക്കും ഇവിടെ വന്നാലും. അങ്ങനെയുള്ള ഒരു പയ്യനായിരുന്നു. എല്ലാം ഇങ്ങനെ പെട്ടെന്ന് പോയി. എല്ലാം ഓർക്കുക. അച്ഛൻ്റെ മകൻ്റെ മകനാണ്? അതെ അതെ, എൻ്റെ മൂത്ത മകൻ്റെ രണ്ടാമത്തെ മകൻ. ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്? അവിടെ അവന് 30 വർഷമായി ജോലി കിട്ടി. അവിടെ കിട്ടിയപ്പം അവിടെ തന്നെയായിരുന്നു. വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഒരു വീടും പേരെയും കൂടെ മേടിച്ചിട്ട് ഇപ്പം അവിടെയായിരുന്നു ഈ വാടക കൊടുത്ത് മേടിച്ചപ്പം. അപ്പം കുറച്ച് പേര് അങ്ങ് പോയിട്ടുണ്ട്. അവിടെയാണ് ഈ അടക്കം കണ്ട് അവരുടെ അമ്മ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ടാണ് കൊണ്ടിരുന്നത്. അറിഞ്ഞില്ലായിരുന്നു അവർ. അമ്മ മോനെക്കുറിച്ച് ഓർക്കുന്നു? മോനെ നല്ല ഒരു പഠിക്കുന്ന കുട്ടിയാ. രാവിലെ ഈ കുസൃതി കൂടുതലുള്ള ഒരു കുട്ടിയായിരുന്നു. അതുപോലെയൊക്കെ ഓണത്തിന് വന്നു. എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ചോറും ഉണ്ട്. എല്ലാവരും പോയി. പിന്നെ ഇടയ്ക്കൊക്കെ വിളിക്കും. ഇങ്ങനെ ഒക്കെ ജീവിക്കുന്നുമായിരുന്നു. ഇപ്പം ഇന്നത്തെ സംഭവം ഇങ്ങനെ തന്നെയായി. അത്രേ ഉള്ളൂ. ചേട്ടായിയെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ടോ? ഈ കൊച്ചവൻ അച്ചുവിൻ്റെ പുറകിൽ നിന്ന് മാറിയില്ല. വന്നു കഴിഞ്ഞാൽ വർത്തമാനം പറഞ്ഞ് ചോറും കളിച്ചും പിടിച്ചും ഒക്കെ നടക്കുകയുള്ളൂ. ഇവൻ്റെ കൂടുതൽ അവനും പോകുമായിരുന്നു. അവന് ഇവിടെ വന്ന ഈ കരോട്ട് അവൻ്റെ പ്രായക്കാർ ഒരു കൊച്ചു പിള്ളേരുണ്ട്. അവനുമായിട്ട് കണ്ട് വർത്തമാനം പറഞ്ഞാൽ പോവുള്ളൂ. ഇവിടെ വന്ന അപ്പച്ചനെ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു? അയ്യോ, സഹായിക്കുമെന്ന് എല്ലാം ഒരു പണിയും ചെയ്യിപ്പിക്കില്ല. കാര്യത്തിലെവിടെയും ഞാൻ എടുക്കാൻ പറയും, അച്ഛനെ ബാധിക്കാൻ പറയും. അത് ഞാൻ ചെയ്യാമെന്ന് പറയും. ചിലപ്പം ഇവിടെ എല്ലാം തൂത്ത് വാരി അവനിടും. ഇത് ഇങ്ങനെയാണ് കിടന്ന് ചോദിച്ചത്. അവൻ തന്നെ തോന്നും. ഏതായാലും സങ്കടവും ഓർമ്മകളിൽ ഒരുപാട് സന്തോഷങ്ങൾ സമ്മാനിച്ച ഒരു കൊച്ചുമകനാണ് യാത്രയായിരിക്കുന്നത്. ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും.